ഹലോ ഗായ്സ്, ലത്തീഫ് വ്ളോഗിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നേരെ വീഡിയോസിലേക്ക് പോകും. നിങ്ങളവിടെ നമ്മളെ ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറി കഴിഞ്ഞാൽ അവിടേക്കാൻ പോകാൻ വഴിയില്ല. ഇവിടെ അപ്പുറം കണക്കാൽ നമുക്ക് യാതൊരു മാർഗ്ഗമില്ല. അങ്ങനെ പഞ്ചായത്തിനായിട്ടും വില്ലേജിനായിട്ടും ഇവരായിട്ടും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുകരയിലേക്ക് പോകാനല്ലേ? മറുകരയിലേക്ക്. അപ്പോൾ അവിടെ കൃഷി ഉണ്ട്. ടാറിംഗ് വർക്ക് അതിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങൾ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. നിങ്ങൾ കാഴ്ചകൾ കാണുന്നുണ്ടാവും. പുള്ളിക്കാരൻ ഇവിടെ വിശ്രമത്തിലാണ്. ഇന്നതിൻ്റെ വർക്കുകളൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. രണ്ടിനും കൂടി ഗ്യാപ്പിലുള്ള ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ വലതുസൈഡുള്ള കാഴ്ചകളെ കാണുന്നുട്ടോ. കാരണം ഇവിടെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിക്സുകളൊക്കെ സെറ്റായതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ബെൽറ്റ് പോലെ കോൺക്രീറ്റ് ബെൽറ്റുകളിട്ട് അതിൻ്റെ മുകളിലൂടെ അറുവരി പാതയുടെ ബൗണ്ടറി തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മതിലുകൾ, കോൺക്രീറ്റ് മതിലുകൾ വരുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് ദൂരേക്കുള്ള കാഴ്ചയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. വാഹനങ്ങൾ തകൃതിയായിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ണ് ലോഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിഷയത്തിലേക്ക് വരാം. അറുവരിപ്പാത മുന്നോട്ട് പോകുന്ന ഇരു സൈഡിലുമായിട്ട് ടാറിംഗ് വർക്കുകൾ നടന്നു കഴിഞ്ഞു. ഇവിടെ അറുവരിപ്പാതയിലെ ടാറിംഗ് വർക്കുകളുണ്ട്. പല ഏരിയയിലും സർവീസ് റോഡുകളുടെ ധാരാളമായിട്ട് ടാറിംഗ് വർക്കുകൾ നടന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ, തൊട്ടടുത്ത ഏരിയയിലൊക്കെ ആയിട്ട് കാര്യമായിട്ട് ടാറിംഗ് വർക്കുകൾ എന്ത് ചെയ്യുന്നു, ഈ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ദൂരെയായിട്ട് ടാറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബൈപ്പാസിലൂടെയുള്ള ബൈക്കിലുള്ളൊരു സഞ്ചാരമായിട്ടാ. ചെറിയൊരു ജെർക്കിങ് ഉണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കുക. കാര്യമായിട്ടുള്ള വർക്ക് വരുന്നിടത്ത് ഞാൻ എന്തായാലും ബൈക്ക് നിർത്തി നിങ്ങളെ കാഴ്ചകൾ വിശദമായിട്ട് കാണിച്ചു തരുന്നതാണ്. ആറുവരിപ്പാത ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവർ സെറ്റൽ ബാറ്റ് കളിയിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. സ്കൂളൊക്കെ വിട്ട് ഇവിടെ ഒരു തോട് പോകുന്നുണ്ട്. അറുവരിപ്പാതയുടെ ഇടത് സൈഡിലൂടെയാണ്. അപ്പോൾ ഈ തോട് എങ്ങനെ മറു സൈഡിലേക്ക് ഒഴുകുന്നു, ഇവിടെ എന്തൊരു സംവിധാനമാണ് അറുവരിപ്പാത അല്ലെങ്കിൽ knrcl കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് അടുത്ത് പോയിട്ട് നോക്കാം. ഈ ഭാഗത്ത് കൂടി സർവീസ് റോഡ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഉണ്ടല്ലേ. അതുപോലെ 2 ബ്ലോക്കുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിയിലൂടെയാണ് ആ തോടിലത്തെ ഇപ്പോൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തോട്ടിലെ വെള്ളങ്ങൾ ഇത്രയും വെള്ളം ഒഴുക്കി കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെയുള്ള ബ്ലോക്കുകളെ കൊണ്ടാണ് ഇതിനെ കവർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ കാഴ്ചയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം എന്താണ് എന്ന് ഒന്ന് തൊട്ടടുത്ത് ഒന്ന് ബോധ്യപ്പെടുത്താൻ, നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകാം. അവിടെ കാര്യമായിട്ട് വർക്കുകൾ എന്തൊക്കെ കാണുന്നുണ്ട്. ഈ തോടാണ് നമ്മൾ നേരത്തെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. ഇവിടെ കുറച്ച് കാരണന്മാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. നമ്മോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തോട് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഈ തോടല്ലേ? ഇവിടെ നന്നായിട്ട് കൃഷി ഉണ്ടല്ലേ? വെറ്റില കൃഷി ഉണ്ട് ഇവിടെ. എല്ലാ കൃഷിയും ഇവിടെ യൂട്യൂബേഴ്സ് അല്ല. അപ്പൊ ഇതിൽ കൂടി ഇങ്ങനെ ഇവിടെ പാലം വരും അല്ലേ? ഇത് പാലം തന്നെയാണ് വരുന്നത് അതോ ഓവലായിട്ടോ? അല്ല, മേലക്കൂടി വണ്ടി. അവിടെ ഒരു പാലം, ഇവിടെ ഒരു പാലം. 2 പാലം. അവിടെ ഓവർപാസ് അല്ലേ? അവിടെ അടി കൂടി അണ്ടർപാസ് അല്ലേ? വാഹനങ്ങൾ അതും വെള്ളം തന്നെ. അപ്പൊ ഇവിടെ അപ്പുറം കടക്കാൻ വേണ്ടി എന്ത് ചെയ്യാ? അപ്പുറം കടക്കാൻ നമുക്ക് യാതൊരു മാർഗ്ഗമില്ല. അങ്ങനെ
പഞ്ചായത്തിനായിട്ടും വില്ലേജിനായിട്ടും ഇവരായിട്ടും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മറുകരയിലേക്ക് പോകാനല്ലേ? മറുകരയിലേക്ക്. അപ്പോൾ അവിടെ കൃഷി ഉണ്ട്. അപ്പോൾ ഇത് ഈ ഐറ്റ് കാണില്ലേ? ഇതിന്റെ ഈ ഐറ്റ് വളച്ച് വെച്ചിങ്ങനെ ഐറ്റ് വരെ നമ്മളെ ഇന്റർലോക്ക് കട്ടോണ്ട് അത്ര ഉയർത്തും. ബിഗ് സെറ്റ് അല്ല, ബിഗ് സെറ്റ്. അതിന്റെ ബാക്കിൽ തെങ്ങിന്റെ മറവിലായിട്ട് കാണും. സ്നേഹിതനാണ് ഇപ്പൊ ഇതിനാണ്ട് ഒളിച്ചോടി പോയത്. അവനെ കാണണമെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടും. എന്താ മൂപ്പര് ക്യാമറ ഫേസ് ചെയ്യില്ലേ? കുട്ടികൾ കണ്ട് വലിയ ഇതാണ്. പ്രശ്നമില്ല. അല്ല നമ്മളെ ഇത് കൂടുതലും കാണുന്നതേ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ പുരോഗതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊടിയും പടലും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ പോവാണ്. ശ്വാസമുട്ടലിന്റെ ആളാണ് ഞാൻ. അതല്ല ടാറിങ് വന്നാൽ പിന്നെ പ്രശ്നം ഉണ്ടാവോ? ടാറിങ് പറഞ്ഞാൽ പിന്നെ അതിന്റെ മറ്റേ പുകയും പടലും മറ്റേ വണ്ടിയിൽ വേണ്ടേ ഓക്സിജൻ, ശരിക്കുള്ള ഓക്സിജൻ. ഈ പാടം കണ്ടാൽ നിങ്ങൾ ഇതൊന്നും നോക്കുകയാണ്. എന്ത് റായത്തായിട്ട് ഗൾഫിൽ നിന്ന് നമ്മൾ വന്ന് നല്ല സുഖമായിട്ട് ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോ നമുക്ക് ഓക്സിജനും ഇല്ല, പിന്നെ പൊടിപടലങ്ങളും വാഹനവും ജഗയും പുകയും ഒക്കെ കൂടി. എന്നാലേ നമുക്കൊരു ഉപകാരം ഉണ്ടോ അവിടെ കടക്കാൻ? അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് റോഡ് അതൊട്ട് ഇല്ല. സർവീസ് റോഡ് ഇല്ല ഇതിലൂടെ? സർവീസ് റോഡൊന്നും ഇവിടെ ഇല്ല, ഇതിനില്ല, ബൈപ്പാസിനില്ല. അത് അവിടെ 650 അവിടെ അവസാനിക്കും. നമുക്ക് 4 മീനൊക്കെ കിട്ടിയെന്നാണൊക്കെ. അതല്ല അപ്പൊ ഈ സർവീസ് റോഡ് ഇല്ലാന്ന് അവർ പറഞ്ഞത്. നമ്മളൊരു റോഡുണ്ട് അവിടെ നിന്ന് കടക്കണേ, അതുവരെ അവർ ബന്ധാക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കിലാവും പിന്നെ ഗ്രാമസഭയിലൊക്കെ ഇടപെട്ട് നോക്കി. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു വഴി ഇല്ല ഇതിന് എന്നാണ് അവർ പറഞ്ഞത്. അതല്ല അപ്പൊ അവിടെയൊക്കെ സർവീസ് റോഡ് കണ്ടല്ലോ, കുറച്ചും കൂടെ അപ്പുറത്ത്. റോട്ടിലുണ്ടോ? റോട്ടിലല്ല, ഈ പാടത്തന്നെ സൈഡ് ഭാഗത്ത് അവിടെ നിന്ന് കയറാൻ തിരുവനന്തപുരം നിന്ന് കയറാൻ 650 മീറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ട് കയറാം. 650 മീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ളവരിപ്പോ കുടുങ്ങും. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പിട്ട് നോക്കിയിട്ട് ഇങ്ങനെ എന്റെ പേരുടെ നമ്മൾക്ക് ഒരു പ്ലാൻ പോണ്ട് പറഞ്ഞ മാതിരി ബാലം അങ്ങനെ പോണ്ട് ഞാൻ നോക്കിയിരിക്കാം. അപ്പൊ നെൽപ്പാടങ്ങൾ നഷ്ടപ്പെട്ടതിലൊരു വിഷമങ്ങൾ പങ്കുവെച്ചു. പെങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. അതിന് കാത്ത് കിട്ടിക്കണം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവനാണെങ്കിൽ കണ്ടമാനം കായിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമാധാനത്തിലാണ് മൂത്ത പ്രസരിപ്പ് കാണുന്നുണ്ട്. അതെല്ലാം കാശ് ഇട്ടിരിക്കുന്നുണ്ട്. അല്ല ഈ പാടം പേരിക്ക് കുറച്ച് പൈസ കുറവാന്നൊക്കെ പറഞ്ഞു. പാടത്തിന് എത്ര 90-92 ഉള്ളൂ. അതിപ്പോ നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ ഇതൊക്കെ ഇപ്പൊ തെങ്ങ് കൃഷി നടക്കുന്ന സ്ഥലമാണ്. അത് റെക്കോർഡിലായിട്ട് വില്ലേജില് പിന്നെ നികുതി ഇതിന് കെട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്ത് 91 കിട്ടി. അല്ലെങ്കിൽ 4,20,000 കിട്ടണം. നെഞ്ചായിരുന്നു ഭൂമി. 5. അത് വലിയൊരു ഫാൾട്ട്. നെഞ്ചങ്ങൾ പെട്ടെന്ന് മാറ്റേണ്ടിയിരുന്നു. പക്ഷെ ഇനി കാര്യമില്ലല്ലോ, ഇപ്പോൾ ഓൾറെഡി ഇത് എടുത്തില്ല, ഭൂമി കളക്ട് ചെയ്തില്ലേ? ഓ അങ്ങനെ ഉണ്ടല്ലേ. നിങ്ങൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ചട്ടി. എന്താ പേരെന്താ? പേര് പറഞ്ഞില്ല. അബു. നിങ്ങൾ ഗൾഫിൽ പോയിരുന്നല്ലേ? പഴയ ഒരു എക്സ് ഗൾഫാണ്. ഇത് അത് തന്നെയാണ്. അറബ് വെള്ളമായിട്ട് അറിയാൻ അറബിൽ അവിടുത്തെ എന്തായാലും നിങ്ങളെപ്പോലെ ഇത് കൂടുതലും കാണുന്നതേ നമ്മളെ പ്രവാസികൾ തന്നെയാണ്, നമ്മളൊക്കെ മക്കൾ തന്നെ. അതെ അതെ. കാരണം അങ്ങക്ക് വലിയ അത്ഭുതം ഒന്നും ആവില്ല, കാരണം അവിടെ വലിയ ഹൈടെക് റോഡുകളൊക്കെ ഉള്ളതാണല്ലോ. എങ്കിൽ കൂടെ അവനവൻ്റെ നാട്ടില് അവനവൻ്റെതാണല്ലോ, അവനവനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഇരുന്നേരെ കിളങ്ങാത്തോണ്ട് കൽപ്പഞ്ചേരി ഭാഗത്ത് നമ്മളേ ഗൾഫിൽ 10-30 കൊല്ലം നിന്ന് അവിടുത്തെ വണ്ടിയും ജഗ പുകയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ആയത്തായിട്ട് ഈ പാടത്തൊക്കെ ഒന്ന് ഇരുന്നിങ്ങനെ വയസ്സുകാലത്ത് ചൂണ്ടലിട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കുട്ടികളെ കണ്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കൂടി ജഗ പുകയായി അതേ സ്ഥിതിയാണ് ഇവിടെയും വരികയാണ്. ഗൾഫത്തെ സിസ്റ്റം തന്നെ ഇവിടെ വരികയാണല്ലേ? അതിപ്പോ അത് വലിയ സുഖം പോലെ നമ്മളെല്ലാം ഓക്സിജനൊക്കെ ശ്വസിച്ച് ഇങ്ങനെ. അല്ല അതെന്താ കാര്യം വെച്ചാൽ കാലത്തിന്റെ മാറ്റത്തിന് നമുക്കൊക്കെ മാറ്റം വരും. ഇപ്പൊ പണ്ട് നമ്മൾ മരിച്ചതൊക്കെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി ഓരോ വീട്ടിൽ പോയിരുന്നു. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെ മെസ്സേജ് ആണ് വിടുകയാണ്. അപ്പോൾ കാലത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയേ തീരും. അപ്പോൾ എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളേ നമ്മളെ ചാനലോട് ഒരുപാട് നേരം സംസാരിച്ചു. അതിന് വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. വികസനം നടക്കട്ടെ, റോഡ് നമ്മുടെ നാട് പുരോഗമിക്കട്ടെ. വികസനം തന്നെയാണ്. എവിടം വരെ ഉണ്ടാവും അറിയില്ല. ഭയങ്കര വേഗതയിലാണ് കാര്യങ്ങളല്ലേ? അല്ല ഇവിടെ ഈ പൊടിന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി വാഹനം ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. നിങ്ങളെ പേര് പറഞ്ഞില്ല? മുഹമ്മദ്. നിങ്ങളോ? കുഞ്ഞാലൻ. പള്ളിക്കപ്പോളുള്ള പരിപാടിയായിട്ടാണോ? പറയുന്നത്
റോഡിലൂടെ ബ്ലോക്കാകും, അങ്ങനെയൊക്കെയുള്ള കുറേ അവരുടെ ചില ഹാദികളും വ്യാധികളൊക്കെ നമ്മളായിട്ട് പങ്കുവെച്ചുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. എന്നാലും ഇവിടെ ഒരു പാലം വരികയാണ്, തൊട്ട് മുകളിലായിട്ട് അവിടെയും ഒരു പാലം വരുന്നുണ്ട്. കുട്ടികളുടെ പരാതി അവരെ ഫുട്ബോൾ ഗ്രൗണ്ട് നഷ്ടമായി എന്നുള്ളതും, പ്രായം ചെന്നവർക്ക് ഇവർക്ക് ഇതിലൂടെ സർവീസ് റോഡില്ലാത്ത വല്ലാത്തൊരു വിഷമമൊക്കെ അവർ പങ്കുവെച്ചു നമ്മോട്. ഈ സൈഡിൽ നിന്ന് നടത്തുന്ന വർക്കുകൾ ഇതൊക്കെയാണ്. അതിനിടയിൽ നാട്ടിലെ കാരണവന്മാർക്കും കുട്ടികൾക്കും എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളത് ആണിപ്പോൾ നിങ്ങൾ കേട്ടത്. അതെ, അത്ഭുതമാണ്. കോടികളാണ് കിട്ടിയത്. പിന്നെ ഓരോരുത്തർക്ക് 2 കോടി 2.5 കോടി ഒക്കെയാണ് കിട്ടിയത്. ഇപ്പൊ എന്റെ പോയില്ല എടുക്കാണ്. ഒരാൾക്ക് മണ്ടത്തിന് 98,200 റുപ്യ 3 സെന്റ് പോയാല്. ഇവിടെയൊക്കെ ധാരാളമായിട്ട് പാറകൾ പൊട്ടിച്ച് കൂട്ടി വെച്ചത് നിങ്ങൾ കാണുന്നുണ്ടാവും. നേരൊക്കെ ഒരുപാട് വൈകി. അത് അല്പം കൂടി കാഴ്ചകൾ വർക്കേശ്വര വർക്ക് പൂർത്തിയാക്കി അത് ഏരിയയിലേക്ക് മടങ്ങി പോകുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ അവരുടെ സന്തോഷങ്ങളും വിഷമങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടാവും. നേരത്തെ നമ്മുടെ ആ വല്യപ്പ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇവിടെ ഒരു അണ്ടർപാസ് സൗകര്യം ഒരുക്കും എന്നൊക്കെ കരുതിയാണ്. സാധാരണ ഇരു സൈഡിലായിട്ട് സർവീസ് റോഡുകൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇവിടെ സർവീസ് റോഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളെ മമ്മാലിപ്പടി റോട്ടിൽ നിന്നും 650 മീറ്റർ മാത്രമാണ് റോഡിൽ നിന്ന്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ബ്രിക്സുകളൊക്കെ ഫിറ്റ് ചെയ്ത ആ ഭാഗങ്ങളിലുള്ള അതുവരെ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സർവീസ് റോഡില്ല എന്നാണ് ഇവിടുത്തെ പ്രദേശത്തുകാർ പറയുന്നത്. അവർക്കത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങളിലൂടെ അവർ നമ്മോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരാളും കൂടി പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കടന്നു വന്ന വഴികളാണ് പുറകിൽ കണ്ടത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇവിടെയും വരുന്നത് എന്താ പറയുക, ഒരു ബ്രിഡ്ജ് തന്നെയാണ്. ഇതും ഈ തോട് ഒഴുകി പോകാൻ വേണ്ടിയാണ്. അതല്ലാതെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇരു സൈഡിലേക്കും കടന്നു പോകാനുള്ള വഴികൾ എന്താണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അധികാരികൾ ചെയ്യുന്നത് എന്നൊന്നും ഇപ്പോൾ ഇവിടുത്തെ പ്രദേശത്തുകാർക്ക് വ്യക്തമല്ല എന്ന് അവരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നമുക്കൊരാളും കൂടി ഇവിടെ പരിചയപ്പെടാനുണ്ട്. നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ പറയാം, നിങ്ങളുടെ വീട് ഇപ്പോൾ എവിടെ ആയിട്ട് വരും? എൻ്റെ വീട് ഇത് വീടാണ്. തറവാട് വരെ പോയി. ഇവിടെ തറവാട് വീടാ. ഞാൻ അവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്തിട്ട് പരമ്പര പോകണം. ഇപ്പോൾ ഇവിടെ റോഡ് മുക്കിയാലാണ് പോകാൻ വഴിയില്ല. ഇവിടെ 2 വീട് പൊളിഞ്ഞു പോയി. ഇപ്പോൾ 3 വീട് മൊത്തം പോയി. അപ്പോൾ നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ അവർ മുണ്ടുന്നില്ല, മറുപടി പറയുന്നു. പ്രാദേശികമായിട്ടുള്ള റോഡും ഇമക്ക് ബന്ധപ്പെടുന്നുണ്ടോ അതും അറിയില്ല. ആ രൂപത്തിലാണ്. അപ്പൊ അങ്ങോട്ട് വഴി തരുന്ന ആദ്യം പറഞ്ഞില്ല അതിന്റെ ഒരു ഉദ്യോഗസ്ഥൻ. ഇപ്പൊ പറയാനെ പറ്റിയൊരു അഭിപ്രായം കാണുന്നില്ല. വഴി ഇങ്ങനെ ഇത്രയും വയറ്റിൽ പൊന്തും അതിന്റെ ഒരു മാർഗം എഴുക്കൂടാന്ന് പറഞ്ഞു തരുന്നില്ല അവസ്ഥയില്ല. സർവീസ് റോഡിനെ പറ്റിയും അവർ കൊണ്ടുവരുന്നില്ല. സർവീസ് റോഡ് ഇങ്ങനെ 35 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അവിടെ ബാലൻസ് വരും. റോഡ് അതിലേന്ന് അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. അവർക്ക് പിടുത്തം കിട്ടിയാൽ അവർ പറയുന്നില്ല. അപ്പൊ ഈ വീട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ അവിടെ ഒറ്റപ്പെടുകയാണ്. നിങ്ങളവിടെ നമ്മളെ ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറി കഴിഞ്ഞാൽ അവിടേക്കാണ് പോകാൻ വഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലം പോയി? ഇതിന് ഇവിടെ 17 സെന്റ് സ്ഥലം പോയി. 17 സെന്റ് വീടുണ്ടായിരുന്നു. വീടുണ്ടായിരുന്നു. നാടൻ പേരുണ്ട്. അത് പോയി 17 സെന്റ് സ്ഥലം പോയി. ഞാൻ അപ്പുറത്ത് ആദ്യം പാർക്കുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പാസ് ചെയ്ത് ഈ 2 വീടിന്റെ അടിയിൽ കൂടെ വരമ്പിന് ചെറുപ്പാണ് പോയാൽ എൻ്റെ വീട്ടിൽ. ഇപ്പൊ ഇവിടെ ബ്ലോക്കായി നിൽക്കണം. ആ വീട് ഒറ്റപ്പെട്ടിക്കാണ്ട് ഏതും വഴി ആ രൂപത്തിലാണ്. അവരോട് ചോദിച്ച മറുപടി ഇപ്പൊ നമ്മളെ മെമ്പറോട് മെമ്പർ പറഞ്ഞ് ഞങ്ങൾ വില്ലേജിലും പഞ്ചായത്തിലും കലക്ടർക്കും നിതിൻ ഗഡ്കരിക്കൊക്കെ ഇതേ ഫാക്സ് അയച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി അവരെ റിസൾട്ട് വെച്ച വഴി കിട്ടുമെന്ന് നമ്മൾ ശ്രമിച്ചു നോക്കുക. ഇതാണ് അഭിപ്രായം. അപ്പൊ നേറിപ്പോയാണ്. പൈസ ഒക്കെ അവര് സുഖമായിട്ട് തന്നു, ക്ലിയർ ആയിട്ട് തന്നു. എടുത്ത സ്ഥലത്തിനും വീടിനൊക്കെ നല്ല പൈസ തന്നു. സ്ഥലം 92 വെച്ച് പാടത്തിന്റെ വില ഒന്നും തോട്ടായിരുന്നത് അതും പോരാന്നാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കലക്ടർക്ക് ആർബി സ്റ്റേഷനില്. നല്ല ഇങ്ങനത്തെ തോട്ടായിരുന്നു. പക്ഷെ ആ വയലിന്റെ കയ്യെ തന്നിട്ടുള്ളൂ 92,000. ഒക്കെ 92,000 ആണല്ലേ? വീടിന് നല്ല പൈസ ഉണ്ട്. വീടിനുള്ള പൈസ. ഈ തെങ്ങൊക്കെ വേറെ പൈസ? തെങ്ങിനൊക്കെ വേറെ പൈസ. മരത്തിന് കിണറ് വായ അതിനൊക്കെ പൈസ. ഭൂമിക്ക് ഭൂമിക്ക് 92. വയല് നമ്മള് നെല്ല് ഇടണ ആവല് നെഞ്ചായിരിക്കും. നെഞ്ചായി. ആ ആധാരത്തിൽ അങ്ങനെയാണ്. പക്ഷെ അവര് അങ്ങനെയാണ് പറഞ്ഞത്. ആധാരത്തിൽ രേഖാമൂലം അങ്ങനെയാണ്. നിങ്ങൾ എന്ത് ഗൾഫിലേക്ക് പോയിരുന്നോ? അല്ല, ഞാനിവിടെ വാഹനം ഓടിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് മരാമത്ത് പണിയിലായിരുന്നു. നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് കുഞ്ഞാലൻ.
അപ്പം നിങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ആളാണ്. അപ്പം നിങ്ങളെ വിഷമങ്ങളാണ് ഇപ്പോൾ ഈ പങ്കുവച്ചത്. ഞാൻ എപ്പോഴും ഞാൻ അവരെ ഈ റോഡിനോട് നമുക്ക് സപ്പോർട്ടാണ്. പക്ഷെ ഇങ്ങനെ ആകി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവാ? ഇനി ബാക്കി പാർക്കുന്ന ആൾക്കാർ നമ്മൾ അങ്ങോട്ടും പോകാൻ വഴി അങ്ങോട്ടും പോകാൻ വഴി ഈ രൂപത്തിലാണ് ഒറ്റപ്പെട്ടു പോകാൻ. അപ്പൊ അയാൾ പറഞ്ഞാൽ അയാൾക്ക് അതിലെങ്കിലും റോഡുണ്ട്, നമുക്ക് അതുമില്ല. അവിടുന്ന് പരാതി പറഞ്ഞ ആൾക്ക് പെരയ്ക്ക് പിന്നാമ്പുറത്ത് കൂടി റോഡ്, നമ്മളിപ്പോ ഇവിടെ ഈ കോർണർ മുട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വഴിയില്ല. നിങ്ങൾ വീട് കാണുന്നത് ആ ദൂരെ കാണുന്നില്ല, ഈ കാണുന്ന വീട് ഈ വരമ്പില്. ഞാൻ ഇപ്പൊ സ്കൂട്ടർ, എന്റെ സ്കൂട്ടർ അവിടെ ആദ്യം അയാളെ ഷെഡിലാണ്, ഈ പെര വിളിച്ച ഷെഡിൽ വെച്ചു. അപ്പൊ ഈ ആരോഗ്യപാത വന്ന സത്യത്തിൽ നിങ്ങളവിടെ ലോക്കാവും ആ രൂപത്തിലാണ്. അത് ആരോടെ പറയേണ്ടതെന്നൊരു രൂപമില്ല. പ്രാദേശികമായിട്ട് ഇപ്പൊ മെമ്പർമാര്, കലക്ടർ അല്ലെങ്കിൽ പഞ്ചായത്തിൽ, വില്ലേജ് ഓഫീസിൽ, കലക്ടർ ഇതുവരെ നമുക്ക് പോകാൻ കഴിയുന്നു. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിനോടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അതിനെ പറ്റി എന്തായാലും ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിന് തീരുമാനം എടുക്കേണ്ട. കാരണം നിങ്ങൾ പറഞ്ഞത് ന്യായമായ കാര്യങ്ങളാണ്. നമ്മൾക്കുള്ള ഒരാളെ വഴി ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാലേ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കുറച്ച് സീനിയറാണ്. ആൾക്കാർ ഞാനിപ്പോ വയ്യാത്തൊരു ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മാനെ അഞ്ചൻ്റെ വീട്ടിലേക്കാണ് വഴിയിലോട്ട് കൊണ്ടുപോയി. ഇവിടെ എത്തിയാൽ നിവൃത്തിയില്ല, ഇപ്പൊ തന്നെ കഴിയില്ല. ഈ പറ്റ മുട്ടിയാലും പറ്റില്ല. ഇപ്പൊ തന്നെ ഒരു വാഹനം വന്നുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ രൂപത്തിലാണ്. എന്തായാലും അതിനൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ. കാരണം ഇതിന്റെ ഒരു പ്ലാനിങ് മൊത്തമായിട്ടൊന്നും നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ് കേൾക്കും, നിങ്ങളൊക്കെ പ്രദേശത്ത് ഇവിടുത്തെ ആൾക്കാരാണ്, ഈ നാട്ടുകാരാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം എന്നുള്ളത് ആർക്കും വ്യക്തമാക്കി പറയാം. കുടുംബം, നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമത്തിലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും അല്ല, നമുക്ക് അതിനൊക്കെ തീരുമാനം വരും. നിങ്ങൾ വിഷമിക്കണ്ട. അതിനൊക്കെ ഇപ്പം എന്തായാലും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പ്രതിനിധികളൊക്കെ, എന്താ പറയുക, ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ എല്ലാവരും പരിഹാരമൊക്കെ കാണും. എന്തായാലും സർക്കാർ അതിനൊരു പരിഹാരം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ ആയി വരട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലുമായിട്ട് കുറേ നേരം സംസാരിച്ചു. നിങ്ങളുടെ വിഷമങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ന്യായമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. ഒരു വലിയ വികസനം വരുന്നതും ഇതുപോലെ ആറുവരിപ്പാത വരുന്ന നാട് പുരോഗമിക്കുന്നതിനൊക്കെ നിങ്ങൾ അനുകൂലമാണ്. പക്ഷേ ഞങ്ങളെപ്പോലത്തെ ആളുകൾ എന്ത് ചെയ്തത്, ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണ്ട വിധത്തിൽ അവർ പറഞ്ഞു തൊണ്ണൂറ്റാണ്ടാണ്, അത് മതി, എനിക്കായിട്ട് വേറെ കിട്ടില്ലോ. അതിന്റെ രൂപത്തിൽ തന്നാളി നമ്മളെ കുടുംബ സ്വത്തായിരുന്നു. എന്താ നിങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിന് ഒരു പരിഹാരം മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഇട്ടെറിഞ്ഞ് കിട്ടിയ വിലക്ക് വിറ്റ് വേറെ മാറേണ്ടിയിരുന്നു. അതിനൊരു മാർഗ്ഗം നമ്മളെടുത്തില്ലേനും. അല്ലാതെ വിൽക്കുമ്പോഴും മേടിക്കാനും വരുന്ന ആളും ഈ പ്രശ്നം ആലോചിക്കല്ലോ. അങ്ങനെയും വിഷയമുണ്ട്. അപ്പോൾ അത് വേണ്ടിയല്ല, അതിനൊക്കെ എന്തായാലും പരിഹാര മാർഗ്ഗം വരും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആയിക്കോട്ടെ എന്നാലേ. ശരി എന്നാലും. ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ പാറകൾ കണ്ടമാനം കൊണ്ടുവന്ന് കാണുന്നുണ്ട്. മുകൾ ഭാഗത്തുനിന്ന് ആ കുന്നിടിച്ച് വന്നപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാറകളാണെന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാട്ടുകാരായിരിക്കുന്ന പ്രായം ചെന്ന ആളുകളുടെയും കുട്ടികളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടതാണ്. അവിടെ ആദികളും വ്യാധികളൊക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാകും, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.